മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ പിഴവ് ഉണ്ടായി എന്ന് പരാതി. അപകടത്തിൽ ഒടിഞ്ഞ കൈ ചികിത്സയ്ക്ക് ശേഷം വളഞ്ഞുവെന്നാണ് ആരോപണം. കൈ നിവർത്തണമെങ്കിൽ വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകണം. മലപ്പുറം ചാത്തങ്ങോട്ടുപുറം സ്വദേശി സുരേന്ദ്രനാണ് ഈ ദുർവിധി ഉണ്ടായത്. സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവുകളെ കുറിച്ച് ഒട്ടേറെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അക്കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കാവുന്ന ഒന്നാണ് വണ്ടൂർ ചാത്തങ്ങോട്ടുപുരം സുരേന്ദ്രന്റെ അവസ്ഥ. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് ഇദ്ദേഹം ബൈക്കിൽ നിന്ന് വീണ് കൈക്ക് പരിക്കേറ്റതിനെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. അന്ന് അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ കയ്യിൽ കെട്ടിവെച്ചു. ബാൻഡേജ് ഇട്ടില്ല, പകരം കൈ കെട്ടിവെക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ റെറ്റിനായിരുന്നു തകരാറ്. അവിടെ ചെറിയ ഒരു ഒടിവുണ്ടായിരുന്നു. എക്സ്റേയിലൊക്കെ അത് വ്യക്തമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഈ കൈ കെട്ടിവെച്ച് 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൈ അല്പം വളഞ്ഞിരിക്കുന്നതായി കണ്ടു. തുടർന്ന് കെട്ട് പൊട്ടിച്ച് വീണ്ടും കൈ പ്ലാസ്റ്റർ ഇട്ട് ദിവസങ്ങളോളം ചികിത്സയ്ക്ക് അദ്ദേഹം ചെല്ലേണ്ടി വന്നു. പിന്നീട് ഈ പ്ലാസ്റ്റർ പൊട്ടിച്ച് നോക്കുമ്പോഴും കൈ പഴയ പോലെ തന്നെ വളഞ്ഞിരിക്കുന്നതായിട്ടാണ് കണ്ടെത്തുന്നത്. ഗുരുതരമായ ചികിത്സാ പിഴവാണ് സംഭവിച്ചതെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. മെഡിക്കൽ കോളേജിൽ നിന്ന് അവര് നമ്മളെ കൈ കെട്ടിവിട്ടു കാരണം കൈ പൊട്ടിയിട്ടും കൈ കെണുപ്പൊന്നും പോന്നിരുന്നു. എന്നിട്ട് അവർ കെട്ടിയിട്ട് നമ്മളെ അടുത്ത ആഴ്ച വരാൻ പറഞ്ഞിട്ട് കെട്ടി പറഞ്ഞേച്ചു. അതുപോലെ 3 പ്രാവശ്യം അഴിച്ച് കെട്ടിയിട്ട് പറഞ്ഞയച്ചു. 4ാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ 4ാമത്തെ ആഴ്ച അവർ പറഞ്ഞ് കൈ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് വേർപ്പെടുത്തിയതിന് ശേഷം ഇപ്പോഴാണ് അവർ പ്ലാസ്റ്റർ ഇട്ടത്. ഒരു ഹോട്ടൽ നടത്തുകയാണ് ഇവരുടെ ഉപജീവന മാർഗം. മുൻപ് പൊറോട്ടയൊക്കെ സ്വന്തമായിട്ടാണ് ഇയാൾ അടിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അയാൾക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതായത് കൈ വളഞ്ഞതുകൊണ്ട് പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല. മറ്റൊരാളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ്. നേരത്തെ തന്നെ ഒരു ആശുപത്രിയിൽ കാണിച്ചിരുന്നെങ്കിൽ ശസ്ത്രക്രിയയിലൂടെ കൈ നേരെയാക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം പിന്നീട് കണ്ട ഡോക്ടർമാരൊക്കെ തന്നെ പറയുന്നത്. എന്താണെങ്കിലും സർക്കാർ ആശുപത്രിയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ചികിത്സയിലുണ്ടായ ഒരു പിഴവാണ് തന്റെ കൈ ഇങ്ങനെ വളഞ്ഞു പോകാനുള്ള കാരണമെന്നാണ് സുരേന്ദ്രൻ ആരോപിക്കുന്നത്. ഇതേച്ചൊല്ലി നമ്മൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. പക്ഷെ അവർ ഇക്കാര്യത്തെ കുറിച്ച് പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. പരാതികൾ ലഭിക്കുകയാണെങ്കിൽ അന്വേഷിച്ച് മറുപടി പറയാമെന്നൊരു നിലപാടാണ് പങ്കുവച്ചിട്ടുള്ളത്. അഖിലോട്ട് പറയപ്പോൾ CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.